മുല്ലപ്പൂ തപ്പി പോവുകയാണ്. മുല്ലപ്പൂ തപ്പി പോവാണ്. നാളെ ഓണപ്പരേഡാണ്, അപ്പോൾ ഞങ്ങൾ മുല്ലപ്പൂ ഇറങ്ങി. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനും ഗീതയും കൂടെ മുല്ലപ്പൂ വാങ്ങിക്കാണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കോളേജിൽ ഓണപ്പരിപാടിയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുല്ലപ്പൂ വാങ്ങിക്കാണ്ട് ഇറങ്ങിയത്. അപ്പം തലേദിവസം തന്നെ നമ്മളൊരു അമ്മച്ചിയോട് ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു, പക്ഷേ പിറ്റേ ദിവസം ആളെ കണ്ടില്ല അവിടെ. അപ്പം ഞങ്ങൾ ഓർത്തു നമ്മൾ പോയി വാങ്ങിക്കാം എന്നോർത്തു, അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഒരു അമ്മച്ചി ഇങ്ങനെ കുറേ മുല്ലപ്പൂ വിൽക്കുന്ന കണ്ടു. അപ്പോൾ ഞങ്ങൾ ഒരു 5 മുഴം 7 മുഴം പറഞ്ഞു. 5 മുഴം കിട്ടി, ബാക്കി 2 മുഴം അമ്മച്ചി ഇങ്ങനെ കോർത്ത് തന്നു. പിന്നെ ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ട് പോകുമായിരുന്നു. ഇതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ഓണപ്പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ വഞ്ചിപ്പാട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രാക്ടീസ് ഒക്കെ ഇതുപോലെ നടക്കുകയായിരുന്നു. ആർപ്പുവിളി അങ്ങനെ സംഭവമൊക്കെ നടക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ക്ലാസ്സിലെ 2 കണ്ടു. പിന്നെ നേരെ ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് പോയി. ഹോസ്റ്റലിൽ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും പൂ പിച്ചിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനും ആ കൂട്ടത്തിൽ കൂടി സീനിയേഴ്സ് എന്തോ നാളത്തേക്ക് അത്തപ്പൂക്കൾ ഇടണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ട് തന്നായിരുന്നു. ഞങ്ങളും ആ കൂട്ടത്തിൽ കൂടി പെട്ടെന്ന് പണി കഴിച്ചു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് ഡ്രസ്സൊക്കെ ഞങ്ങൾ അയൺ ചെയ്ത് വെച്ചു. പിന്നെ എല്ലാവരും മൈലാഞ്ചി ഇടാൻ വേണ്ടി തുടങ്ങി. അപ്പം കൂടുതലും പേര് താമര എന്ന ഡിസൈനാണ് ഇട്ടത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് സിമ്പിൾ ഡിസൈൻ മതി എന്ന് പറഞ്ഞു. പിന്നെ കുറേ പേരങ്ങനെ കുറേ ഡിസൈനൊക്കെ ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.